ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനായി സെബാസ്റ്റ്യന്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. കുളം വറ്റിച്ച് പരിശോധന നടത്തും. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാകും പരിശോധന. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, പറയൂ. ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. കുളം വറ്റിച്ച് പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാകും പരിശോധന നടക്കുക. 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ഇതിപ്പോൾ തെളിവെടുപ്പ്, മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നു, തെളിവെടുപ്പ് നടക്കുന്നു. 4 സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന ആരോപണം വരുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്നും ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ അതോടെയാണ് വീണ്ടും പഴയ കേസുകളെല്ലാം തന്നെ വീണ്ടും സജീവമായി ചർച്ചയാവുകയും അതിൻ്റെ പുനരന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാന രീതിയിൽ കാണാതായ ചേർത്തല കേന്ദ്രീകരിച്ചുള്ള മിസ്സിംഗ് കേസുകൾ കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അതിലേക്ക് ഇപ്പം പ്രാഥമിക ഘട്ടത്തിൽ മറ്റ് 3 കേസുകളാണ് പരിഗണനയിലുള്ളത്. അതിലൊന്ന് ബിന്ദു പത്മനാഭൻ എന്ന 2010 മുൻപ് കാണാതായ സ്ത്രീയുടേത്. ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2017 അതുവരെ ഇവർ കാണാതായി എന്ന് പോലും കൃത്യമായ തിരിച്ചറിയാൻ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. ആ കേസാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഐഷ എന്ന് പറഞ്ഞ് 2012 കാണാതായ പഞ്ചായത്ത് ജീവനക്കാരി, റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരിയായ ഐഷയുടെ തിരോധാനം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കേസ് സിന്ധു എന്ന അർത്തുങ്കൽ സ്വദേശിനിയായ സ്ത്രീ. ഇത് 3ഉം സമാന രീതിയിലാണ്. ഇതിൽ 2 സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധവും നേരിട്ടുള്ള ബന്ധങ്ങളും കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ആ കേസിൻ്റെ എല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി പറയാവുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയെങ്കിൽ പോലും അത് പൂർണ്ണമായി ഒരു മൃതശരീരത്തിലെ പൂർണ്ണമായ ഭാഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതേസമയം ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിലെ ചില സമാനതകളുണ്ട്. ഈ കാണാതായവരെ എല്ലാം തന്നെ കാണാതായി കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ അവരുടെ ഫോണിൽ നിന്നും അവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും വിളിക്കുന്ന ഒരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സെബാസ്റ്റ്യന് ആരൊക്കെ സഹായം ചെയ്തു എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇതിലെ സ്വർണ്ണങ്ങൾ, ജൈനമ്മയുടെ കേസിൽ ഈ ജൈനമ്മയുടേതായ സ്വർണം അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിൽ അത് വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുവകകൾ വലിയ രീതിയിൽ തട്ടിയെടുത്തിരുന്നു. അത് എടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കം ഉണ്ടായിരുന്ന വസ്തുക്കളാണ് വ്യാജരേഖ ചമച്ചുകൊണ്ട് തട്ടിയെടുത്തത്. അതിൻ്റെ കേസിൻ്റെ പുറമെയാണ് ഇത് തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ്. ജൈനമ്മയുടേത് ഇപ്പോൾ തിരോധാനം എന്ന നിലയ്ക്കല്ല, കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇതിലെല്ലാം എന്നാൽ വളരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ജൈനമ്മയുടേത് തന്നെ ഉപയോഗിച്ച ഫോൺ പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനെല്ലാം കൂടുതൽ പരിശോധന വേണം. 7 ദിവസത്തേക്കാണ് ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. ഈ സമയത്തിനുള്ളിൽ കൃത്യമായി ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം ഇത്തരം തൊണ്ടി മുതലുകൾ അത് ശേഖരിക്കുക എന്നതടക്കമുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതേ സാഹചര്യത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് മറ്റ് ബിന്ദു പത്മനാഭൻ്റെ അടക്കമുള്ള മറ്റ് 3 കേസുകളും പരിഗണിക്കുന്നത്. അത് നിലവിൽ മറ്റ് 2 കേസുകൾ ലോക്കൽ പോലീസിൻ്റെ പരിഗണനയിലാണെങ്കിലും അതുകൂടി ക്രൈംബ്രാഞ്ചിൻ്റെ പരിഗണനയിലേക്ക് വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരം കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കോട്ടയം ക്രൈംബ്രാഞ്ചിൽ നിന്നും തിരിച്ച് സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും കസ്റ്റഡിയിൽ വാങ്ങുകയും ഈ വീട്ടിൽ പരിശോധന നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് RDOയുടെ അടക്കം അനുമതി നേടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ്, ആ പരിശോധനയ്ക്കായാണ് കേന്ദ്ര ഏജൻസിയിൽ നിന്നും റഡാർ സംവിധാനം, ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനത്തിലൂടെ ശരീരാവശിഷ്ടങ്ങൾ മണ്ണിലടിയിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സജ്ജീകരണം അടക്കം ക്രമീകരിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം പരിശോധനയുടെ എല്ലാം തന്നെ ഇത് വർഷങ്ങളായി ഒരു തുമ്പും കിട്ടാതിരുന്ന കേസുകൾ അതിൻ്റെ കൃത്യതയിലേക്ക് വരും എന്നത് തന്നെയാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ഇതിനുവേണ്ടി ആക്ഷൻ കൗൺസിൽ അടക്കം വർഷങ്ങളായി സജീവമായി ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇന്നലെ നമ്മൾ പ്രതികരണമെടുത്ത റോസമ്മ എന്ന സെബാസ്റ്റ്യൻ്റെ അടുപ്പക്കാരി, അവർ
അവരിലേക്ക് ഈ അന്വേഷണം നീളുന്നു എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ റോസമ്മയെ മുൻപ് ഈ ഐഷയുടെയും മറ്റും തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നോ എന്ന കൃത്യമായ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഇത്തരം സംശയാസ്പദമായ ആൾക്കാരെ എല്ലാം തന്നെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നതുമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്നും മറ്റും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളതും. കൃഷ്ണരാജ്. ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. കുളം വറ്റിച്ച് പരിശോധന നടത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.